ജോൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് 3 സീറ്റുകൾ BJP നേടിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം പല സംസ്ഥാനങ്ങളും ഉണ്ടാക്കി. കേരളത്തിൽ ഈ 3 സീറ്റുകൾ വെച്ച് BJPക്ക് ഇനി ഒരു കുതിപ്പ് നടത്താൻ പറ്റുമോ? അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടോ? നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 3 സീറ്റ് ഇപ്പോഴത്തെ പൊസിഷൻ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു BJPക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് BJPക്ക് വളരണമെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ UDF സർക്കാർ ആണ് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UDFൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണെന്ന്. ആ വോട്ടുകൾ എന്തായാലും ഇപ്പോഴത്തെ ഏത് കാലഘട്ടത്തിലും UDFന് അനുകൂലമായിട്ട് നിൽക്കാനാണ് ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ വർത്തമാനകാല പൊസിഷൻ വെച്ച് നിലനിൽക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് LDFൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായമാണ്. അവിടെ ആണ് BJP കടന്നു കയറിയിട്ടുള്ളത്. അപ്പോൾ BJPക്ക് കിട്ടിയിട്ടുള്ള 3 സീറ്റുകളും നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, ചാത്തന്നൂർ ഒക്കെ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഭൂരിപക്ഷ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലാണ് നേടിയിട്ടുള്ളത്. ഇതുപോലെ LDF കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, LDFിലെ അണികൾ, അവരുടെ വോട്ടുകൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയിലേക്ക് ചേഞ്ചസ് വരികയാണെങ്കിലാണ് BJPക്ക് ഒരു ഡെവലപ്മെൻറ്റിനുള്ള സാധ്യത കാണുന്നുള്ളൂ. പക്ഷെ നിലവിൽ LDFൻ്റെ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു 81 ലക്ഷത്തിലധികം വോട്ട് LDF നേടിയിട്ടുണ്ടെന്ന് ഇപ്പോഴും. BJPനെ സംബന്ധിച്ചുള്ള ഒരു NDA സഖ്യത്തിന് ഒരു 40 ലക്ഷത്തിൻ്റെ അടുത്താണ് വോട്ടുള്ളതെന്ന്. അപ്പോൾ 80 ലക്ഷത്തോളം വോട്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനാ സെറ്റപ്പുള്ള പാർട്ടി CPM ആണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് സർവ്വമേഖലയിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയും CPM തന്നെയാണെന്ന്. അതോടൊപ്പം തന്നെ സഹകരണ മേഖല, സർവ്വ മേഖലയിലും എന്താ പറയുക, കുടുംബശ്രീ യൂണിറ്റുകൾ, അങ്ങനെ തൊഴിലാളി മേഖലകൾ, അങ്ങനെ സർവ്വ മേഖലയിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന CPM എന്ന പാർട്ടിയുടെ ശക്തി ക്ഷയിപ്പിക്കാതെ കേരളത്തിലെ BJPക്ക് അധികാരത്തിലെത്താനായിട്ട് സാധിക്കില്ലെന്ന്. അത് ഒരു എന്താ പറയുക, ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ സാധ്യമാവുന്ന കാര്യമല്ലെന്ന്. കാരണം CPMൻ്റെ ശക്തി സാധാരണ രീതിയിൽ ക്ഷയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അവർക്ക് മൈനസായിട്ട് നിൽക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ അവരുടെ നേതൃത്വ നിരയിൽ പഴയകാല നേതാക്കന്മാർ ഉള്ള ഒരു എന്താ പറയുക ചേഞ്ചസ് വന്ന് പുതിയ തലമുറയിൽ CPMൻ്റെ നേതൃത്വത്തിൽ ശക്തന്മാരായ നേതാക്കൾക്ക് ഉള്ള ഒരു എന്താ പറയുക സാധ്യത കാണുന്നില്ലെന്ന്. നിലവിലുള്ള നേതൃത്വ നിര നോക്കുമ്പോൾ വളരെ ശുഷ്കിച്ച ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് BJPക്ക് അനുകൂലമായി നിലനിൽക്കുന്നത്. CPMനെ ഒരു ശക്തനായ കരുത്തനായ, ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ പോലെയുള്ളൊരു കരുത്തനായൊരു നേതാവ്, ചെറുപ്പക്കാരനായ ഒരു നേതാവ് CPMൽ ഉയർത്തെഴുന്നേറ്റ് വരികയാണെങ്കിൽ BJPക്ക് അത് കുറച്ചും കൂടി തടസ്സമായിട്ട് മാറാം. കാരണം CPMൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു 10 ജില്ലകളിലും ഇപ്പോഴും അവർ കൂടുതൽ ശക്തർ തന്നെയാണ്. അതുകൊണ്ട് ഒരു നല്ലൊരു ചിന്താപരമായിട്ട് മികവുള്ള ശക്തനായൊരു നേതാവ് ഉണ്ടെങ്കിൽ CPMന് ഇനിയും പിടിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്ന്. ഈ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടിട്ട് വേണം BJPക്ക് മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇപ്പോഴത്തെ ഇലക്ഷനിൽ LDF തോറ്റെങ്കിലും അവർക്ക് ലഭിച്ചിട്ടുള്ള വോട്ട്, കാരണം UDFന് 1 കോടിയിലധികം വോട്ട് ഉണ്ടെങ്കിലും പക്ഷെ LDFന് 80 ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ട് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന്. ഈ 80 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും 80 ലക്ഷത്തോളം വോട്ട് LDFന് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ അണികൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പാർട്ടി വിട്ടു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടീനെ കൈയഴിഞ്ഞ് പോകുന്ന ആളുകൾ അല്ല. അവർ എന്തായാലും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് CPMനെതിരെ തിരിയാനുള്ള സാധ്യതയുള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് കേരളത്തിലെ BJPക്ക് വളരാനായിട്ട് സാധിക്കുക. അല്ലാതെ സഡനായിട്ട് BJPക്ക് വളരാനായിട്ട് സാധ്യത വളരെ കുറവാണ്.
എന്നാണ് എനിക്ക് പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ ഈ ഏറ്റവും മുഖ്യമായിട്ട് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. ഈ നേമത്തും കഴക്കൂട്ടത്തും BJPയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തിയത് CPM-ന്റെ അതിശക്തന്മാരായിട്ടുള്ള 2 നേതാക്കന്മാരെയാണ്. അതും 2 ഹിന്ദു സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെ മുന്നോട്ടുള്ള സമയങ്ങളിൽ BJP ഹിന്ദു സമൂഹത്തെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കുമോ കേരളത്തിൽ? അതിനായിരിക്കണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. കാരണം BJP RSS പിന്തുണയോടെ നിൽക്കുന്ന BJPക്ക് ഹിന്ദുക്കളുടെ പിന്തുണ തന്നെ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സമുദായങ്ങളുടെ പിന്തുണ എങ്ങനെ സമാഹരിക്കാൻ കഴിയും? ഹിന്ദുക്കളുടെ തന്നെ വിശ്വാസം ആർജിക്കാൻ കഴിയാത്ത BJPക്ക് മറ്റ് സമുദായങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ കേരളത്തിലെ BJP ഹിന്ദു സമുദായങ്ങളുടെ വിഷയങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് ജാതി മത പല തരത്തിലുള്ള വിഷയങ്ങളുണ്ടെന്ന് കേരളത്തിൽ. ഇപ്പം നമ്മളറിയാം, നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം, ഇങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പം ഇത്തരം വിഷയങ്ങൾ BJP എന്താ പറയുക, പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന BJP വർത്തമാന കാലഘട്ടത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ശക്തമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള പ്രവർത്തനം കൂടി ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെയുള്ള ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ എന്താ പറയുക, ജാതി മതം എന്നൊരു ലെവലിൽ മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എളുപ്പമാവില്ല. കാരണം പല ജാതി, പല മതങ്ങൾ, പല ജില്ലയിൽ, പല മണ്ഡലങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ശക്തി സമവാക്യങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഒട്ടാകെ ഒരു പാറ്റേണിൽ BJPക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഉത്തരേന്ത്യൻ മാതൃക എന്തായാലും കേരളത്തിൽ സാധിക്കില്ല. ഇവിടെയുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി, UDFന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി, അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് BJPക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇപ്പം നമ്മൾ 3 മണ്ഡലത്തിൽ നമ്മൾ വിജയിച്ചു. ഇതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും വ്യക്തമായി പഠിച്ച് അതിനെ അതാത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി സാവധാനം മാത്രമാണ് BJPക്ക് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള സാധ്യത കാണുന്നുള്ളൂ. സഡനായിട്ടുള്ളൊരു വിജയത്തിനുള്ള സാധ്യത കാണുന്നില്ല. അപ്പം നമ്മളിത് എന്തുകൊണ്ട് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ 140 മണ്ഡലം ഉണ്ടായിരുന്നു. ഈ മണ്ഡലത്തിൽ ഇപ്പം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിച്ചാന്ന് അവിടെ നമ്മൾ നോക്കുമ്പോൾ അതിന് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സുരേഷ് ഗോപി ജയിച്ച ആ മണ്ഡലങ്ങളെല്ലാം BJP പുറകിലോട്ടാണെന്ന് പോയത്. കാരണം ഒരു മണ്ഡലത്തിലും സുരേഷ് ഗോപിക്ക് പിടിച്ച വോട്ട് കൂടി അതിൻ്റെ പണ്ട് കാലത്ത് കഴിഞ്ഞ കൊല്ലം പിടിച്ച വോട്ട് പോലും പല മണ്ഡലത്തിലും പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ പറയുക, യഥാർത്ഥ ശത്രു ആരാണ്, യഥാർത്ഥ ശക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരു തേക്കത്തിന് നമ്മൾ ചാകര വരുന്ന പോലെ കുറച്ച് വോട്ട് കയറി വന്നാൽ അത് നിലനിൽക്കുന്നില്ല എന്നുള്ള ഏറ്റവും തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ കേരളത്തെ പറ്റി പഠിച്ച്, CPM-നെ പറ്റി പഠിച്ച്, UDFനെ പറ്റി പഠിച്ച്, കേരളത്തിൻ്റെ ജനങ്ങളെ പറ്റി പഠിച്ച്, അതിനനുസരിച്ച് ജനങ്ങളുടെ ചെറിയ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ, ജില്ലാ തലത്തിലുള്ള ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തി BJPയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലാണ് ജനം അവരെ വിശ്വാസത്തിൽ എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ജില്ലാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ വിജയിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് കാരണം വളരെയധികം ചെറുകിട നേതാക്കന്മാരുണ്ടെന്ന്. അത്തരം ഒരു അറിയപ്പെടുന്ന നേതാക്കന്മാരെ ഒരു നേതൃത്വം നിരയോ BJPക്ക് നിലവിൽ കേരളത്തിലില്ല. കാരണം 140 മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നെ അവർക്ക് ആളില്ലാത്തൊരവസ്ഥയുണ്ടെന്ന്. അപ്പം അത്തരം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പൊതു വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്ന സമരങ്ങളിൽ, അല്ലെങ്കിൽ സമരം മീൻസ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ആത്മാർത്ഥമായി അർപ്പണാനന്ദ സഹനത്തോട് ക്ഷമയോട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ആ വ്യക്തികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന ആളുകളുണ്ടെങ്കിലാണ് കേരളത്തിൽ BJPക്ക് ഒരു കാര്യമായിട്ടുള്ള ഒരു വിജയത്തിന് സാധ്യത. നമ്മൾ ബംഗാളിൽ ഇപ്പോൾ BJP അധികാരത്തിൽ പിടിച്ചു എന്ന് പറയുന്നത്, അവിടെ ശരിക്കും നോക്കിയാൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന അവരുടെ വലങ്കൈ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ BJPയുടെ അവിടെ മുഖ്യ സാരഥിയായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ആസാമിൽ കോൺഗ്രസിന്റെ മുഖ്യ വ്യക്തിയാണ് അവിടെ സാരഥിയായിട്ട് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം ഇന്ത്യയിലെ കാലാകാലങ്ങളായിട്ട് പല സ്റ്റേറ്റിലും
പല മറ്റ് പാർട്ടികളിലെ കരുത്തന്മാരായ ആളുകളാണെന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും വളരെ ശക്തന്മാരും കരുത്തന്മാരും ചിന്താപരമായിട്ട് മികവുള്ളായ ആളുകളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെട്ട് ബി ജെ പിയിലെ നേതൃനിരയിൽ ഉണ്ടെങ്കിലാണ് പുതിയ പുതിയ ജനങ്ങൾ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുള്ളൂ. അതല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വളരെ സാവധാനമുള്ളൊരു വർധനമാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്.